ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ നമുക്കൊരു എനർജി ഇല്ലാത്ത സമയത്ത് നമ്മളെ ഹാബിറ്റ്സുകൾ ടാസ്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എല്ലാവരും വിചാരം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2.5-3 മണിക്കൂറിൽ മൂവി കണ്ടു തീർക്കണമെങ്കിൽ വല്ല മോട്ടിവേഷൻ്റെ വല്ല എനർജീൻ്റെ ആവശ്യമുണ്ടോ? നമ്മളത് കണ്ടു തീർക്കും, ജസ്റ്റ് കണ്ടു തീർക്കും എന്ന് പറഞ്ഞാൽ വെക്കണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏത് പുതിയ ഹാബിറ്റ് ആയാലും പുതിയ ടാസ്ക് ആയാലും നമ്മളതിനെ കഷ്ടപ്പെട്ട് ചെയ്യാന്നല്ല അല്ല, നമ്മളതിൻ്റെ ലൈഫിൻ്റെ റൊട്ടീൻ ആക്കിയാണ്ട് ഡെയിലി ലൈഫിൽ അത് നമ്മൾ ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടെ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഡിസിപ്ലിൻ നമുക്ക് കിട്ടുക. സോ അപ്പം നിങ്ങളോട് ആദ്യമായിട്ടാണ് എൻ്റെ പേര് മുബഷിർ. ഞാനിങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണേ, അതായത് ഒരു ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് കണ്ടന്റാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ നമുക്ക് ലൈഫ് ലോങ്ങിലേക്ക് എങ്ങനെ, അതായത് ഡിസിപ്ലിൻ ഈക്വൽ ടു ലൈഫ് ലോങ് ഫ്രീഡം എന്നാകും. നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ്ങിലേക്ക് ഫ്രീഡം ഉണ്ടാവും. കുറച്ച് കാലം ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും നമുക്ക് പിന്നെ ലൈഫിൽ ഫ്രീഡം ആയിക്കാം, പിന്നെ ഈസി പാത്ത് ആയിക്കാരെന്നാണ് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ നമ്മളെ വിൽ പവർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മെയിനായിട്ട് ഒരു 6 പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഫസ്റ്റത്തെ പോയിന്റ് ആയിരുന്നത് ഫൈൻഡ് യുവർ വൈ. അതായത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു റീസൺ ഉണ്ടാവും, ഒരു വൈ. ജിമ്മിൽ പോകണമെങ്കിലും ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യണമെങ്കിലും പഠിക്കാതിരിക്കുകയാണെങ്കിലും എന്തിനും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളപ്പോഴത്തെ ഗോൾ അറിയണം എന്താ? SSLC പാസ്സാവുക. അതാണ് മെയിൻ ഗോൾ. ഇപ്പോഴത്തെ ഗോൾ അതാണ്, SSLC പാസ്സാവുക. അപ്പം നിങ്ങൾക്ക് പഠിക്കാതിരിക്കുമ്പോൾ എന്താ കിട്ടുന്നില്ല, മോട്ടിവേഷൻ കിട്ടണില്ല, നിങ്ങൾക്ക് ഒരു എനർജി തോന്നുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു പാനും പേപ്പർ എടുത്താണ്ട് നിങ്ങളെ ഗോള് അച്ചീവ് ചെയ്താൽ, അതായത് SSLC പാസ്സായാൽ ഉണ്ടാവുന്ന പോസിറ്റീവ് കോൺസിക്വൻസസും അതുപോലെ തന്നെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നെഗറ്റീവ് കോൺസിക്വൻസസും ഒരു പേപ്പറിൽ എഴുതുക. പോസിറ്റീവിലും എന്തൊക്കെ ഉണ്ടാവുക വെച്ചാൽ ഫാമിലിനെ പ്രൗഡ് ആക്കാൻ പറ്റും, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വാല്യൂ ഉണ്ടാവും, നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടി പ്രയോറിറ്റി മുൻഗണന നമുക്ക് കയറാം, ട്രോഫി കാര്യങ്ങൾ കിട്ടും. നേരെ മറിച്ച് നെഗറ്റീവ് ആണെങ്കിലോ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കയറാം. ഫാമിലിൻ്റെ ഇടയിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വാല്യൂ ഉണ്ടാവില്ല, നമുക്ക് ഒരു കൊല്ലം വേസ്റ്റഡായി പോയി, നമുക്കൊരു വാല്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവും. അപ്പം ഇതിനെന്ത് ചെയ്യുക, ഒന്നും കൂടി ആ ഒരു സ്ട്രോങ് ആക്കുക. അപ്പം എന്ത് ചെയ്യുക, ഞങ്ങളത് പഠിക്കാതിരിക്കുന്ന സ്ഥലത്തോ എവിടെയെങ്കിലൊക്കെ ഒന്ന് വിഷ്വലായിട്ട് ട്രാക്ക് ചെയ്താൽ തന്നെ എന്താവും, നിങ്ങൾ ഇടയ്ക്കൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ എന്താ മനസ്സിലാവും. നിങ്ങളുടെ ബ്രെയിൻ അത് എപ്പോഴും റീഎൻഫോഴ്സ് ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തോ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഫാമിലിയുടെ ഇടയിൽ വേറെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കൊല്ലം വേസ്റ്റഡ് ആയി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് സംഭവം ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു റീസൺ ഉണ്ടാവുമല്ലോ, നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാണ്ട് അത് ഒന്നുകൂടി സ്ട്രോങ് ആക്കിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും, നമുക്കൊരു ഒന്നുകൂടി ഒരു ആത്മാർത്ഥത ഉണ്ടാവും. പിന്നെ രണ്ടാമത്തതാണ് ക്രിയേറ്റ് ഒരു എൻവയോൺമെൻറ്റ്. അതായത് പഠിക്കാതിരിക്കുന്ന സ്ഥലത്തായാലും ജിമ്മായാലും അതുപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്ന സ്ഥലത്തായാലും നമ്മൾ എന്തായാലും നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്ന സ്ഥലത്തായാലും അത് ഈ എൻവയോൺമെൻറ്റ് നമ്മൾ, അതായത് ഇങ്ങനെയാണല്ലോ പറയാം, ക്രിയേറ്റ് യുവർ എൻവയോൺമെൻറ്റ് അലൈൻ വിത്ത് യുവർ ഗോൾ. നമ്മളെ ഗോള് നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് നമ്മളെ പരിസരം നമ്മളെ എൻവയോൺമെൻറ്റ് സെറ്റാക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ നാളെ മുതൽ ഒരു ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, വായിക്കാൻ ഉദ്ദേശിച്ച ബുക്ക് എന്ത് ചെയ്യുക, നമ്മൾ മോർണിംഗ് എണീറ്റ ഉടനെ കാണുന്നൊരു സ്ഥലം ഉണ്ടാവുമല്ലോ, ഷെൽഫോ നിങ്ങളുടെ ടേബിളോ, അവിടെ എന്ത് ചെയ്യുക, ഈ ബുക്ക് ഇപ്പോൾ ജസ്റ്റ് വെക്കുക. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇരിക്കുമ്പോൾ ഈ ബുക്ക് കാണും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് വായിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സംഭവം നിങ്ങളുടെ വിൽ പവർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ബുക്ക് എവിടെ അത് എവിടെ നിങ്ങൾ തിരഞ്ഞോക്കില്ല, ബുക്ക് കണ്ടു വായിച്ചു, അത് പിന്നെ എന്തൊരു ഹാബിറ്റ് എങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ മതി. ഈ എൻവയോൺമെന്റ് സെറ്റ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സർക്കിളും, അതായത് ഫ്രണ്ട് സർക്കിൾ ആയാലും ഫാമിലി സർക്കിൾ ആയാലും. ഫ്രണ്ട് സർക്കിളിനാണ് ഉദ്ദേശിച്ചത്, അതായത് അറ്റോമിക് ഹാബിറ്റ്സ് പറഞ്ഞ ബുക്ക് ഉണ്ട്, നമ്മളെ ഹാബിറ്റ്സുകളൊക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന അറ്റോമിക് ഹാബിറ്റ്സിന്റെ ഓതറായ ജെയിംസ് ക്ലിയർ ആ ബുക്ക് തന്നെ പറയുന്നുണ്ട്. മറ്റേ നമ്മളെ ഈ എൻവയോൺമെന്റ് ആണ് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്നത്. അതായത് മുപ്പരിങ്ങനെ പറയുന്നത് ജോയിൻ എ കൾച്ചർ വെയർ യുവർ കൾച്ചർ ഈസ് നോർമൽ. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണ നമ്മളെ ഹാബിറ്റ് ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു അത് നോർമൽ ആയിങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓൽക്ക് നേരത്തെ എണീക്കാൻ വലിയ വിഷയം ഉണ്ടാവില്ല, ഓല് ഓട്ടോമാറ്റിക്കായിട്ട് ബുക്ക് വായിക്കും, പോഡ്കാസ്റ്റ് കേൾക്കും, ഓട്ടോമാറ്റിക്കായി ഗോൾ സെറ്റ് ചെയ്യും, അച്ചീവ് ചെയ്യും. എനിക്ക് വലിയ ഹാർഡ് വർക്ക് ഒന്നും തോന്നില്ല. പക്ഷെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പം നമുക്ക് തോന്നണേ നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അത് ഈസി ആയിട്ട് ചെയ്യുന്ന ആരാണോ ഓലെ കണ്ടെത്തിയാണ്ട് ഓലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ചേരുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മളതിൽ മാറും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇത്രേ ഉള്ളൂ, നമ്മളെ എൻജോയ്മെന്റ് നമ്മളെ സർക്കിൾ സെറ്റ് ആക്കുക. എന്തിനു വേണ്ടിയിട്ട്, നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്തിലുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തേതാണ് നമ്മളെ ഫൈൻഡ് ജോയ് ഇൻ യുവർ ജേണി. അതായത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ജേണിയിലായാലും നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു എൻജോയ്മെന്റ് കണ്ടെത്തുക. നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ താല്പര്യപ്പെടുന്ന എന്തെങ്കിലും സംഭവം, ആ ഒരു താല്പര്യ സംഭവം നമ്മൾ ചെയ്യുമ്പോൾ എന്താവും, നമ്മൾ ആ താല്പര്യപ്പെട്ട സംഭവം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് എന്നതുപോലെ തന്നെ നമ്മൾ ആ ടാസ്കും ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാളെ മുതൽ ഓടാൻ പോകാൻ തീരുമാനിക്കുക. ഇപ്പോൾ ഓടാൻ പോകാൻ തീരുമാനിക്കുമ്പോൾ
അത് നാളെ ഇതൊരു ഹാബിറ്റാണ്. അതുവരെ ചെയ്യാത്തൊരു സംഭവം. അതിപ്പം മെന്റലി ആയിട്ട് നമുക്ക് അതിനൊരു കുറച്ചൊരു താല്പര്യക്കുറവുണ്ട്. പക്ഷെ നമുക്ക് ഓടാൻ പോകണം, നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞ മാതിരി ഓടാൻ പോകണം. പക്ഷെ അവിടെ എന്ത് ചെയ്യുക, ഒരു ഹാബിറ്റും കൂടി അതിൻ്റെ ഒപ്പം ചേർക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവം, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു മ്യൂസിക് കേൾക്കുക. ഒരു മ്യൂസിക് കേട്ടാണ്ട് ഓടാൻ പോകുമ്പോൾ തോന്നും ഓട്ടോമാറ്റിക് നമുക്ക് ഇഷ്ടമുള്ള സംഭവം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആ ടാസ്ക് ചെയ്യുന്നുണ്ട്, ഓടാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ എന്ത്, അതിന്റെ അടിയിൽ നമ്മളൊരു എൻജോയ്മെന്റ് കണ്ടെത്തിട്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. മൂപ്പരൊക്കെ എങ്ങനെയും, അതായത് ഈ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ മൂപ്പര് ചെറിയ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ കേൾക്കും. ആ മൂപ്പരക്കാണ് കേൾക്കാൻ വെക്കുള്ളൂ. മൂപ്പര എടുത്ത് വെച്ചാണ് ഇങ്ങനെ കേൾക്കും. സംഭവം എന്താ, മൂപ്പര ഈ വർക്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്താണ്ട് വർക്ക് ഇങ്ങനെ ചെയ്യാണ് എന്ന് പറഞ്ഞ മാതിരി ആ ഒരു ജേണി, നമ്മൾ എന്ത് സംഭവമാണ് ചെയ്യുന്നത് ആ ഒരു ഗോളിലേക്കുള്ള ജേണി എന്ത് ചെയ്യാം, ഒന്നും കൂടി എൻജോയബിൾ ആക്കാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക, റിസൾട്ട് കാട്ടി കൊടുക്കുക. അപ്പൊ ഒന്നുകൂടി നിങ്ങൾ ആ സംഭവത്തിൽ സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് കൂടുതൽ. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു മാസം ഷെഡ്യൂൾ വെച്ചു, ഇന്ന മാസം എല്ലാ ദിവസവും ജിമ്മിൽ പോകണം, ഞായറാഴ്ച വെച്ചിട്ട് നല്ല ഡയറ്റ് പ്ലാൻ ചെയ്യണം, നല്ല ഡയറ്റ് ഫോളോ ചെയ്യണം, നല്ല ഉറക്കം ബോഡി കൊടുക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, ഗോൾ അച്ചീവ് ചെയ്യുന്ന സംഭവങ്ങൾ. മറ്റേ ബാഡ് ഹാബിറ്റ് ഒക്കെ ഡെയിലി നിർത്തും വേണം. ഈ സംഭവങ്ങളൊക്കെ ഡെയിലി ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളൊരു മന്ത്ലി ഷെഡ്യൂൾ ഉണ്ടാക്കിയാണെങ്കിൽ ആ മാസം മുഴുവൻ നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ശരിക്ക് നിങ്ങൾ ആ ഷെഡ്യൂൾ ചെയ്ത സംഭവങ്ങളൊക്കെ ചെയ്തു, വേണ്ടാത്ത ബാഡ് ഹാബിറ്റുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മന്തിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവം ചെയ്യാം. അതായത് എൻജോയ് ആക്കണം, ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ പോയി, ഒരു സോളോ റൈഡ് പോവുക, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം കുറച്ച് സിനിമ വാങ്ങുക. അതായത് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അപ്പം എന്താവും, ആ സംഭവങ്ങൾ ആ ഹാബിറ്റ് എന്താവും പിന്നെ നിങ്ങൾ നിലനിർത്താൻ സാധിക്കും കൂടുതൽ. പിന്നെ നാലാമത്തെ സെറ്റ് ഡെഡ് ലൈൻ. ഏത് ഗോൾ അച്ചീവ് ചെയ്യാനും നമുക്ക് ഡിസിപ്ലിൻ വേണ്ട സംഭവമാണത്. ഒരു ഡെഡ് ലൈൻ, ഒരു അർജൻസി. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയല, ഇപ്പൊ രണ്ടുപേർക്കും ഒരേ കോളാണ്, രണ്ടുപേർക്കും ഇതാക്കണം, നല്ലൊരു ബോഡി ഉണ്ടാക്കണം. അതിൽ ഒരാൾ ഗോൾ സെറ്റ് ചെയ്തു, ബോഡി ഉണ്ടാക്കണം. ബോഡി ഉണ്ടാക്കണമെങ്കിൽ മെയിനായിട്ട് 3 സംഭവങ്ങൾ ശ്രദ്ധിക്കണം. ജിമ്മിൽ പോകണം, ട്രെയിനിങ് വേണം, അതുപോലെ തന്നെ സ്ലീപ്പ് വേണം, നല്ല ഉറക്കം കിട്ടണം, അതുപോലെ തന്നെ നല്ല ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകളും കഴിക്കണം. ഈ 3 സംഭവമാണ് കോർ പില്ലേഴ്സ് പറയുന്നത് ഒരു ഹെൽത്തി ബോഡിയിലെ. അപ്പോൾ ഈ 2 പേരും ഇത് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഫസ്റ്റത്തെ ആളും രണ്ടാമത്തെ ആളും, രണ്ടാളെ ഗോളും നല്ലൊരു ബോഡി ഉണ്ടാക്കണം എന്നാണ്. അതിൽ ഒരാളും ഈ ഹാബിറ്റുകൾ ചെയ്യേണ്ടത്, ഇയാളും ഈ ഹാബിറ്റുകൾ ചെയ്യേണ്ടത്. പക്ഷെ ഈ ഫസ്റ്റത്തെ ആൾ എന്ത് ചെയ്തു, എനിക്ക് ആകെ 2 ഇയർ ഗ്യാപ്പുള്ളൂ, 2 വർഷത്തിനുള്ളിൽ ഈ സംഭവം, ഞാൻ ഈ ഫാറ്റായി കിടക്കുന്ന ബോഡി 2 വർഷത്തിനുള്ളിൽ എനിക്ക് ഫിറ്റാക്കി മാറ്റണമെന്ന് ഈ ഫസ്റ്റത്തെ ആൾ തീരുമാനിച്ചു. അതായത് 2 വർഷം മൂപ്പർക്ക് കൊടുത്തിട്ടുള്ളൂ ഈ സംഭവം അച്ചീവ് ചെയ്യാൻ. മറ്റേ ആളാണെങ്കിൽ ഇങ്ങനെ ഡെഡ് ലൈന് അർജൻസി ഒന്നും വെച്ചിട്ടില്ല, ബോഡി ഉണ്ടാക്കണം, ഞാൻ ഡെയിലി ജിമ്മിൽ പോകും, നല്ല ഉറക്കം കൊടുക്കും, നല്ല ഫുഡ് കഴിക്കും എന്നൊക്കെ മൂപ്പര് തീരുമാനിച്ചു. അപ്പൊ ഈ ഫസ്റ്റത്തെ ആൾ എന്ത് ചെയ്യും, ഡെയിലി ഇതൊക്കെ ചെയ്യും, ഡെയിലി ഇത് ഫോളോ ചെയ്യും. കാരണം മൂപ്പർക്ക് എനിക്ക് 2 വർഷമേ സമയമുള്ളൂ. ഈ 2 വർഷത്തിനുള്ളിൽ ഈ ഫാറ്റായി കിടക്കണം ബോഡി മൂപ്പർക്ക് റെഡിയാക്കണം. എന്നാൽ നേരെ മറിച്ച് മൂപ്പർ എന്താ ചിന്തിക്കുക, മൂപ്പർക്ക് ചില ദിവസം മൂടില്ലെങ്കിൽ മൂപ്പർ എന്താ ചിന്തിക്കുക, ആക്കം പോലെ ചെയ്യാലോ. പക്ഷെ മൂപ്പരെന്താ ചിന്തിക്കുക, ഫസ്റ്റ് എന്താ ചിന്തിക്കുക, 2 വർഷമുള്ളൂ, അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, ഡയറ്റ് ഫോളോ ചെയ്യണം എന്നൊക്കെ എഴുതിയാണെന്തോ ആ ഒരു അർജൻസി ഉണ്ടാവും മൂപ്പർക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെന്തോ ഡിസിപ്ലിൻ ആവും, കൺസിസ്റ്റൻസി ആവും. അപ്പോൾ സംഭവത്തിലുള്ള എന്ത് ചെയ്യുക, ഒരു ഡെഡ് ലൈൻ വെക്കുക. ഏത് ഗോളായാലും, ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും, ഈ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കാനാണെങ്കിലും, പഠിത്തത്തിന്റെ കാര്യത്തിലായാലും, എന്തിനായാലും ഒരു ചെറിയ ഡെഡ് ലൈനെങ്കിലും നമ്മൾ വെക്കാം. പിന്നെ 5-മത്താണ് ഫസ്റ്റ് ഡു യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അതായത് നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും അതിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള സംഭവം ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 10 ചാപ്റ്റർ ഉണ്ട് നമുക്ക് പഠിക്കാൻ എക്സാമിന്. ആ 10 ചാപ്റ്ററിൽ നല്ല ഹാർഡ് വർക്ക് ഇട്ട് നമ്മളെ മെന്റലി അലോൺ എഫേർട്ട് ഇട്ട് പഠിച്ചതിൻ്റെ സംഭവങ്ങളുണ്ടാവും. എന്നെ വർക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു 10 ചാപ്റ്ററിൽ ഒരു 3-4 ചാപ്റ്റർ നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചതിൻ്റെ സംഭവങ്ങളുണ്ടാവും. നമ്മൾ അത് ആദ്യം പഠിക്കില്ല, നമ്മൾ ഫസ്റ്റ് എന്താ ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം വായിച്ച് പഠിച്ച് പോകും. അപ്പൊ നമ്മളെ ബ്രെയിൻ തന്നെ മനസ്സിലാക്കുന്നത് ഈ പഠിക്കുന്നുണ്ട്, പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫോണിൽ സ്ക്രോൾ ചെയ്യും. അപ്പൊ എന്താ ശരിക്കും നമ്മൾ പഠിച്ചോ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിച്ചു, ഹാർഡായിട്ടുള്ള പഠിച്ചിട്ടില്ല. നേരെ പഠിച്ചത് എന്താ ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ പിന്നെ നമ്മൾ ഫോൺ എടുത്തും ചെയ്തു, സ്ക്രോൾ ചെയ്യാൻ ചെയ്തു, മൂവി കാണാൻ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോൾ എന്താവും, നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് റിവാർഡ് തരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സന്തോഷം നിങ്ങൾക്ക് ഉള്ളിൽ തരുന്നുണ്ട്. ഇത്രയും വലിയ സംഭവം എന്നെ കൊണ്ട് പഠിച്ചാൻ പറ്റും. അപ്പൊ എന്താവും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഈസിയായ സംഭവം പഠിച്ചു, നിങ്ങളെ പഠിത്തോ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. ഇതിപ്പോൾ ഏത് കാര്യത്തിലും ഇങ്ങനെ തന്നെ കേട്ടോ, വർക്കൗട്ടിന്റെ ആയാലും ഗോളിന്റെ ആയാലും എന്ത് സംഭവം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാർഡ് ആയിട്ടുള്ള സംഭവം ആദ്യം ചെയ്ത് തീർത്തുണ്ടാവും. പിന്നെ നമുക്ക് ആ ഈസി പാത്തിലൂടെ നമുക്ക് എന്താവും ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് 6-മത്തെ സംഭവമാണ് എന്ത് ചെയ്യാം, ഫോളോ 80-20 റൂള് ഇൻ എവരിതിങ് വാട്ട് യു ഡു. അത് എന്ത് സംഭവത്തിലായാലും, ഉറക്കത്തിന്റെ കേസിലായാലും, പഠിത്തത്തിന്റെ കേസിലായാലും, സിനിമ, അതുപോലെ തന്നെ ഡയറ്റിന്റെ കേസിലായാലും, ജിമ്മിന്റെ കേസിലായാലും, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേണി, ഓൾ ജേണി തന്നെ എന്ത് ചെയ്യാം, ഈ 80-20 റൂൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകെ കഷ്ടപ്പെടും ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ. കാരണം
100% ഡിസിപ്ലിൻ ആയിട്ട് ഒരാൾക്കും പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഉണ്ടാവും നൈറ്റ് ഫംഗ്ഷന് കാര്യങ്ങളുണ്ടാവും, നമ്മൾ ഉറക്കം പോകും. അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ജിമ്മ് പോകാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. ഇടയ്ക്ക് നമ്മളെ ഡെയിലി രാവിലെ നീച്ചാണ് എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോ കാണാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ കയറാം. അപ്പം അങ്ങനെ നമുക്കൊരു നമ്മുടെ ലൈഫാണ്, പല പല സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യും, ഞാൻ ഇന്ന് വീഡിയോ ഇട്ടില്ലല്ലോ, ഞാൻ ഇന്ന് ജിമ്മിൽ പോയില്ലല്ലോ. അപ്പം എന്താവും, നമ്മൾ തന്നെ ബ്ലെയിം ചെയ്താണ്ടാവും. നമ്മൾ ചെയ്യുന്ന സംഭവം ആ ഒരു നല്ല ഹാബിറ്റോട് നിർത്തും. അതിന് പകരം എന്ത് ചെയ്യാം, ഒരു 80-20 റോൾ. ഒരു മാസത്തിൽ ഒരു 10, 20 അല്ലെങ്കിൽ 25 ദിവസം ഞാൻ ഇന്ന ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ജിമ്മിൽ പോകും 25 ദിവസം, നല്ലൊരു ഉറക്കം കൊടുക്കും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ബാക്കിയുള്ളൊരു 5 ദിവസം എന്ത് ചെയ്യാം, നിങ്ങളൊരു ബാലൻസിങ്ങിന് വേണ്ടി ഇതാക്കുക. ആ ഒരു മാസത്തിന്റെ ലാസ്റ്റ് ആക്കലിലേറെ ഏറ്റവും നല്ലത് ഒരു വീക്കിലി ലാസ്റ്റ് ആക്കുക. ഒരു സൺഡേ എന്ത് ചെയ്യുക, സൺഡേ ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് ജിമ്മ് പോകണമെങ്കിൽ ജിമ്മ് ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യുക, സൺഡേ ഒരു നേരമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രീ കൊടുക്കുക, ഒരു ബാലൻസ് ചെയ്ത് പോകാൻ. പിന്നെ അതുപോലെ തന്നെ എന്ത് കാര്യത്തിലായാലും ഇത് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് എപ്പോഴേലൊക്കെ എന്തെങ്കിലും സംഭവം മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു ദിവസമോ 2 ദിവസമൊക്കെ നമ്മൾ ഈ ചെയ്തു പോകുന്ന ഹാബിറ്റിൽ നിന്നൊക്കെ ട്രാക്കിൽ നിന്നൊക്കെ നമ്മൾ മാറും. അപ്പം എന്ത് ചെയ്യാം, ഇത് ഈ മനസ്സിൽ ഓർത്താൽ മതി. 80-20 റോളാണ് നമ്മുടെ ലൈഫിൽ. എപ്പോഴും 80% നല്ല കാര്യങ്ങളും 20% നമ്മളെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എൻജോയ്മെന്റ് ആക്കുന്ന കാര്യങ്ങളും. എന്തായാലും മോശപ്പെട്ട ബാഡ് ഹാബിറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെട്ട ബാലൻസ് ചെയ്താൻ പോകുന്ന സംഭവങ്ങളും ചെയ്യാം. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സംഭവത്തിന് തന്നെ ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസിപ്ലിൻ വരും എന്ന് പറഞ്ഞ മാതിരി. ഞാൻ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഡെഡ് ലൈന്, അതുപോലെ തന്നെ നമ്മൾ 80-20 റോള്, നമ്മൾ ഈ സംഭവമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു എൻജോയ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞാലൊക്കെ ഈ സംഭവമൊക്കെ നമുക്ക് ലൈഫ് ലോങ്ങിലേക്ക് ചെയ്യാൻ പറ്റും. ഈ രാവിലെ എണീക്കണത്, ഈ ബുക്ക് വായിക്കുന്നതൊന്നും കഷ്ടപ്പെട്ട സംഭവമല്ല. ഈ നമ്മളെ അതൊന്ന് റൊട്ടീനാക്കി എടുക്കേണ്ട ഫസ്റ്റത്തെ ആ ഒരു 6 മന്ത്, ഒരു 1 ഇയറിന്റെ ഒരു പെയിൻ ഉണ്ടാവും. പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനത്തെ പേഴ്സൺ ആവും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് വിശക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നമുക്ക് എന്തെങ്കിലും ഹാർഡ് ഉണ്ടോ, നമ്മളിങ്ങനെ ചിന്തിക്കുമോ, ഓ ഫുഡ് കഴിക്കണമല്ലോ, അങ്ങനെ ചിന്തിക്കുമോ? എന്നാൽ നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ ബുക്ക് എടുത്ത് വായിക്കുക. അത് നമുക്കൊരു ഇടങ്ങേറായുള്ള കാര്യമാണ്. അതായത് ഫുഡ് കഴിക്കാൻ എന്താ, നമ്മൾ ഡെയിലി മുതലേ ചെറുപ്പം മുതലേ ചെയ്തു വരുന്ന സംഭവം. അപ്പൊ ഈ സംഭവം നമ്മൾ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ എന്താവും, ഈ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ ആയിട്ടുള്ള പേഴ്സൺ ആവും. നമ്മളെ വിൽ പവർ ഉപയോഗിച്ചാണ് നമ്മളെ ഫോഴ്സിന്റെ സംഭവം തന്നെ ഉണ്ടാവുക. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടിയ നോളജിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. എത്രത്തോളം സയന്റിഫിക് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, എത്രത്തോളം ഉപകാരം കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. സോ സീ ഓൺ ദി അനദർ വീഡിയോ.